ഹായ്, ഇന്നത്തെ റെസിപ്പി കൂന്തൽ നിറച്ചതാണ്. ഇത് ചില ഏരിയകളിൽ പണ്ട് കാലങ്ങളിലേ കാണുന്നൊരു പലഹാരമാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അറിയാം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യം ഇതിലേക്കുള്ളൊരു മസാല റെഡിയാക്കി എടുക്കട്ടെ. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് 2 സവാള, ഒരു മീഡിയം സൈസ് സവാള 2 എടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കട്ടെ. ഇപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതേപോലെ കുറച്ചൊരു വേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് കുറച്ചൊരു പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ മുളക് പൊടിയാണ് ഞാൻ എടുത്തത്. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ടത് നമ്മൾ കൂന്തലിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഉണ്ടാവും, സൈഡ് തലയൊക്കെ ഉണ്ടാവും. അതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ തല എടുത്തിട്ടില്ല. നിങ്ങൾ തലഭാഗം കൂടി എടുക്കുകയാണെങ്കിൽ അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണേ. ഇതിൽ കുറച്ചൊരു വെള്ളമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് വെള്ളം ഇറങ്ങിയിട്ട് ഒന്ന് കൂന്തലൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണേ. ഇപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കട്ടെ. അതൊന്ന് വെള്ളമൊക്കെ ഇറങ്ങാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റി കിട്ടണം. അതേസമയം കൂന്തൽ ഒന്ന് വെന്തും വരണം കേട്ടോ. അപ്പോൾ ഇതാ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇതേപോലെ വറ്റിച്ചെടുക്കട്ടോ. ഇതിപ്പം കറക്റ്റ് പാകമാണ്. ഇപ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതേപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയുള്ള നല്ല അടിപൊളി ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇതേപോലെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാൻ എടുത്തത് ഇതേ വലുപ്പത്തിലുള്ള കൂന്തലാണ്. കൂന്തൽ നിറയ്ക്കുമ്പോൾ ഒരുപാട് വലുതും ആവരുതും, അതേപോലെ ഒരുപാട് ചെറിയ കൂന്തലും എടുക്കരുത്. ഈ ഒരു വലുപ്പം കറക്റ്റ് പാകമാണ് കേട്ടോ. നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണേ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കട്ടോ. ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് അങ്ങനെ നിറയെ വെച്ച് കൊടുക്കരുത്. ഒരു പകുതി ഭാഗം മാത്രം മതി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ കൂന്തൽ വെന്ത് വരുമ്പോൾ ഒന്ന് ചുരുങ്ങി വരും. അപ്പോൾ ഈ ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത്രയും നിറച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ടൂത്ത് പിക്സ് എടുത്തിട്ട് ഒന്ന് കുത്തി കൊടുക്കട്ടോ. നിങ്ങൾ തലഭാഗം എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മേലെ വെച്ചിട്ട് ടൂത്ത് പിക്സ് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണേ. അറിയാലോ, കൂന്തൽ ഒരുപാട് സമയമൊന്നും വെച്ച് കൊടുക്കരുത്. ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കൂന്തൽ ഹാർഡായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അപ്പോഴേക്കും നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കട്ടോ. പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കശ്മീരി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ 2 ടീസ്പൂൺ വരെ ആവട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാല എണ്ണയ്ക്കിടന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മസാല മൂത്ത് വരുമ്പം കുറച്ചൊരു വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ.
ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കൂന്തലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ചൊരു വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ആ മസാലകളൊക്കെ കൂന്തലിൽ പൊതിഞ്ഞ് കിട്ടണം. ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ ഇതത് നന്നായി വറ്റി വന്നിട്ടുണ്ട്. മസാലയൊക്കെ കൂന്തലിൽ പൊതിഞ്ഞ് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളല്ല ഇപ്പോൾ ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.